ഉഷാറാക്കുമല്ലേ രഥോത്സവം? ഗംഭീരാണ്. ഞങ്ങള് റിപ്പോർട്ടറിന്റെ ദേവരഥ സംഗമം കുറച്ച് നേരത്തെ തുടങ്ങി. ആണോ? ഗംഭീരായി. ഞങ്ങൾക്ക് ഈ ആൾക്കൂട്ടം കണ്ടാണോ നോക്കിയത്? അതെ, ആൾക്കൂട്ടം കാണുമ്പോൾ ഉറപ്പായി നിങ്ങളാണെന്ന്. വിജയുടെ പ്രോഗ്രാം എന്ന് ഉറപ്പായി. വീണ്ടും പോസിറ്റിവിറ്റി തുളസി. തീർച്ചയായിട്ടും ഏതെങ്കിലും ആളുകൾ കൂടുതൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നപ്പം പി കെ ഫിറോസിനോട് ചേർന്ന് എങ്ങനെയുണ്ട് ഈ ഒരു ആവശ്യം? ഞങ്ങള് കോഴിക്കോട്ടുകാർക്ക് എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഉത്സവങ്ങളൊക്കെ കുറച്ച് കുറവാണ്. കോഴിക്കോട്ട് സിനോജ് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കോഴിക്കോട്ടുകാർക്ക് കുറച്ച് ഉത്സവങ്ങൾ കുറവാണ്. അതെ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അപ്പം മുതൽ ഇവിടെ ഉണ്ട്. കാരണം സ്ഥാനാർത്ഥിക്കൊപ്പം ഇവര് സമരം നടത്തി ജയിലിൽ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നല്ലോ. അയ്യോ, അങ്ങനല്ല, അത് പറയാൻ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും ആ ഒരു അടുപ്പവും കുറച്ചുകൂടെ കൂടുതൽ അടുപ്പായി. അതെ അതെ, ഗംഭീരാണ്. രണ്ട് ഉത്സവമല്ലേ നടക്കുന്നത്. ഒന്ന് ജനാധിപത്യത്തിന്റെ ഉത്സവം, മറ്റൊന്ന് രഥോത്സവം. അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടം. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഞങ്ങളുടെ കൂടെ ഒരു ഗംഭീര പാട്ടുകാരനുണ്ട്. നമ്മുടെ വിഷ്ണു ഇവിടെ. വിഷ്ണു വരൂ. നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് വേണ്ടി പി കെ ഫിറോസിന്റെ ടീമിന് വേണ്ടി നമുക്കൊരു പാട്ട്. അപ്പൊ ഞങ്ങളുടെ കൽപ്പാത്തി വന്നതല്ലേ, ഞാൻ ഒന്ന് പേടിച്ചു. പാട്ട് പാടാൻ അറിയോന്നൊക്കെ ചോദിച്ചപ്പോ പരിപാടിയാണ്. റിട്ടയർഡ് എസ് ഐ ആണ് ഫിറോസ് സാറ്. പോലീസുകാരെ കൊണ്ടാണോ നടക്കുന്നത് എന്നെ പേടിപ്പിക്കാൻ? ഷാഫി പറമ്പിലിന്റെ എന്റെ ഇതാണ് ചങ്കാണ്. ചങ്ക് ഇവിടെ വരും പിന്നെ രാഹുൽ മാങ്കോട്ടത്തില്. അപ്പൊ ചങ്ക് വരുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ചങ്കിന്റെ പാട്ട് തീർച്ചയായിട്ടും എന്നെ ഇഷ്ടമാണ്. പിന്നെന്താ ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾ വേറെ രീതിയിലാണോ? മനസ്സിലായി. സുജയ്ക്ക് ഏതായാലും ഫാൻസ് ഇവിടെ കൂടി കഴിഞ്ഞു. നമുക്ക് ഈ സന്തോഷത്തിനിടയ്ക്ക് വിഷ്ണുവിന്റെ ഒരു പാട്ടോട് കൂടെ അല്ലെ സുജിയ? വിഷ്ണുവിന്റെ ഒരു പാട്ടായാലോ? ഒരു പാട്ട് നമുക്ക് കൽപ്പാത്തിക്കാർക്ക് വേണ്ടി ഒരു നല്ല പാട്ടോടെ നമുക്കൊരു ഇടവേള എടുക്കാം. വിഷ്ണുവിന്റെ പാട്ടിൽ നിന്ന് നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ കാഴ്ചകളും പങ്കുവെക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം മതസൗഹാർദ്ദം അത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇവിടെ തീർച്ചയായിട്ടും അതുപോലെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാവരും വന്ന് മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടെ ഇവിടെ കൊടുക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് കൂടെ ഞാൻ കൊടുക്കുകയാണ്. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ, ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാബല്യം തേടിയോരെല്ലാം 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ പോ, ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. സന്തോഷായോ? ഗംഭീര പാട്ട്. ഇവിടെ ഏറ്റവും അനുയോജ്യമായ പാട്ട്. അതെ. അപ്പൊ നമ്മള് മതസൗഹാർദ്ദത്തെ കുറിച്ച് നമ്മൾ ചേർന്ന് നിന്ന് പറയുന്നത് ഈ കൽപ്പാത്തിയുടെ പാലക്കാടിന്റെ മനസ്സ് അതാണ്. അപ്പോൾ അത് അറിയുന്ന സ്ഥാനാർത്ഥികളാണ് ഇക്കുറി വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പി കെ ഫിറോസും ടീമും ഇടയിലും രഥോത്സവത്തിലേക്ക് എത്തി. അതോടൊപ്പം നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ്? ഗണപതിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഗണപതിയെ കാണാൻ പി കെ ഫിറോസിനെയും കൂട്ടി ഞാനൊന്ന് പോവാണ്.